വിഷ്ണുച്ചേ എന്റെ മോള് പേടിച്ചു പോയോ? വിഷ്ണുച്ച വന്നില്ലേ? വിഷ്ണുച്ച വെള്ളം കുടിക്ക്. നമുക്ക് പെട്ടെന്ന് പോവാ, എനിക്ക് പേടിയാവുന്നു. മക്കൾ കുടിക്ക്. മതി, ഇനി വിഷ്ണുച്ചൻ കുടിച്ചോ. വിഷ്ണുട്ടാ, വിഷ്ണുച്ച നമുക്കിനി പോവാം. പോട്ടാ. അതിനു മുമ്പേ മോള് വിഷ്ണുച്ച മനസ്സിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഓളെ സത്യം ഇത് കണ്ടില്ലേ? അതുപോലെ വിഷ്ണുച്ചിനെ അള്ളി പിടിക്കണം കേട്ടോ. ഇപ്പോഴത്തെ മോള് വിടരുത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മോളിലേക്ക് എത്താം. വിഷ്ണുച്ച എനിക്ക് പേടിയാ. മോളെന്തിനാ പേടിക്കണേ? വിശ്വസനല്ലേ കൊണ്ടുപോണേ? മോളുടെ വിശ്വസനല്ലേ? അച്ഛനില്ലേ? മോള് പിടിക്കണ്ട കേട്ടോ. മക്കൾ അള്ളി പിടിച്ചിരിക്കണേ, പിടിപിടരുത് കേട്ടോ. പപ്പി പിടിവിടല്ലേ? പപ്പി മോള് പേടിക്കണ്ട. വിഷ്ണുച്ച എനിക്ക് പേടിയാ. വിശ്വസില്ലേ? മക്കളെ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ചെന്നു വീണത് പുല്ലിലാണ്, അതുകൊണ്ടാ കാര്യമായ ക്ഷതങ്ങളൊന്നും പറ്റാത്തത്. പിന്നെ ഊർന്നിറങ്ങിയപ്പോഴുണ്ടായ പോറലുകളാണ് ഇതെല്ലാം. അത് 2 ദിവസം കൊണ്ട് ഉണങ്ങിക്കോളും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നിങ്ങളെല്ലാരും കൂടി തിരിച്ചെടുത്ത് ഇതിന് പകരം ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. എന്ത് ചെയ്താലും മതിയാവൂല. ഞങ്ങളുടെ സ്വത്ത് സമ്പാദ്യമല്ല ഞങ്ങളുടെ ഈ മക്കള്. അങ്ങയുടെ ഉറച്ച തീരുമാനങ്ങള് ഞങ്ങളുടെ കുട്ടികൾക്ക് രക്ഷയായത്. ഞങ്ങൾ ഈ ജന്മം മുഴുവൻ അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഞങ്ങളുടെ ഈ സന്തോഷം തിരിച്ചു തന്നതിന്, ഞങ്ങളിങ്ങനെ സഹായിച്ചതിന് ഞങ്ങൾ അങ്ങക്ക് എന്താ ചെയ്തു തരേണ്ട? എന്താവശ്യപ്പെട്ടാലും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാ. ഒരച്ഛന്റെ സ്നേഹമാണ് ഞാൻ ഇവിടെ കണ്ടത്. അപകടമാണെന്ന് അറിഞ്ഞിട്ടും മക്കളുടെ രക്ഷയോർത്ത് അപകടത്തിലേക്ക് എടുത്തു ചാടാൻ മക്കളെ സ്നേഹിക്കുന്നൊരച്ഛനെ കഴിയൂ. പിന്നെ ഇവിടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ സേവകരാണ് ഞങ്ങൾ. ആ ശക്തിയെയും ശക്തിയുടെ ആജ്ഞകളെയും ശിരസാ വഹിക്കുന്നവർ. നിങ്ങൾ ചെന്ന് നിന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലേ? ആ ശക്തിയുടെ സംരക്ഷണമാണ് ഈ വലിയൊരു അപകടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചത്. ഇനി ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചതിനുള്ള പ്രതിഫലം തരേണ്ടത് ആ സർവേശ്വരനാണ്, ഈ കാടിന്റെ നാഥൻ. അത് ഞങ്ങൾക്ക് സമയാസമയത്ത് അവിടുന്ന് തന്നോളും. മാഡം,
കുട്ടികളെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പോവാം. ഞങ്ങളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് ആക്കിയാൽ മതി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചോളാം. കാട് കാണാൻ എത്തുന്നവർ ഇതുപോലുള്ള അപകടങ്ങളിൽ പെട്ട് കഴിയുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർ വിവരം അറിയുന്നത് തന്നെ. പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തി വരുമ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരുടെ നില ഗുരുതരമാവും. അതിന്റെ പഴിയും ഞങ്ങൾ കേൾക്കേണ്ടിയും വരും. വരുന്നവര് ഞങ്ങളുടെ നിർദ്ദേശത്തോടെ കാട് സന്ദർശനം നടത്തിയാൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അതാരും ചെയ്യാറില്ല.